വേണ്ടാന്നേ, വേറൊരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു കറി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കാലിയാക്കാൻ. അതിനായി ഞാൻ ഒരു കപ്പങ്ങ ഇട്ടെടുത്തേക്കുന്നത്. ആ കപ്പങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ചെറുള്ളി ഒരു 4-5 ചെറുതായിട്ട് അരിഞ്ഞതും മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നരപ്പ് തയ്യാറാക്കിയാലോ. ചെറുകിയ തേങ്ങയിൽ ഒരു 5-8 ചെറുള്ളി 3 വെളുത്തുള്ളി ചെറിയ ജീരം കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക 1/4 ടീസ്പൂൺ. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം നരച്ചെടുക്കുക. തേക്കണ്ട് ഇതുപോലെ. എപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കഷ്ണത്തിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചെടുക്കാം. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വിടാം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തൈരൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക, വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി കപ്പങ്ങ മോര് കറിയാണ് കേട്ടോ. ഒരു ഒഴിച്ചു കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഇത്. വേറൊരു കറിയുടെ ആവശ്യമില്ല. നീ ആദ്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്കൊരു പ്ലേറ്റ് ചോറ് കാലിയാവും ഈ കറി ഉണ്ടെങ്കിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.